പ്രശാന്ത് ഏട്ടാ, ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നമുക്കറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിമർശനം ഉണ്ടായിരുന്നു. അതായത് പാണക്കാട് സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, അവരുടെ നയമാണ് അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും വർഗീയമായി ചിന്തിക്കുന്ന മുസ്ലിങ്ങളുടെ ഒരു വിഭാഗമാണല്ലോ, ഒരു സംഘടനയാണ്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പം ബംഗ്ലാദേശിൽ ഭരണം പിടിച്ചിരിക്കുന്നവരാണ്. അങ്ങനെ ലോകമെമ്പാടും ഇസ്ലാമിസ്റ്റ് രാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ അങ്ങനെ പിണറായി വിജയൻ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന, മുമ്പെങ്ങും ഇല്ലാത്ത വിധം അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ആളുകൾ വരുന്നു. സാധാരണ പിണറായി വിജയൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ നേരെ എതിർത്താണ് ആളുകൾ വരുന്നത്. അനുകൂലിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുമ്പോൾ അവരെല്ലാം സംഘിയാണ് എന്ന് പറയുകയാണ്. പിണറായി വിജയനൊരു സംഘിയാണോ? അല്ല, സംഘിയാണോ? ഇപ്പോൾ സംഘി എന്താ പറഞ്ഞ് പേടിപ്പിക്കുന്നു? അപ്പം അതൊക്കെ പോയി ജോണേ. സംഘിന്ന് ഇപ്പം ജോൺ എന്നെ സംഘിന്ന് വിളിച്ചാൽ പണ്ട് ഒരു ജാള്യതയൊക്കെ ഉണ്ട്, ഇപ്പോൾ ഒരു അഭിമാനമാണ്. അതൊക്കെ പോയി. സംഘി എന്നൊന്നും പറഞ്ഞ് ഈ പണ്ടത്തെ കൂട്ട് ഇന്ന് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യ രാഷ്ട്രീയത്തിലൊന്നും ആരെയും പേടിപ്പിക്കേണ്ട. ഇപ്പോൾ സംഘിയായിട്ടിരിക്കുന്നത് അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. കേരളത്തിൽ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. നേരം വെളുക്കുമ്പോഴത്തേന് ഇവർക്ക് പരപര വെളുത്തു പോകും, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നേരം വെളുത്തിട്ട് പോകാൻ നിൽക്കുന്നവരെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാവും. അതാണ് വരാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ആരെങ്കിലും ഇപ്പം നിങ്ങൾ ഒരു ഇതുപോലെ ടോക്ക് നടത്തും, ഈ ടോക്കിനകത്ത് നിങ്ങൾ അല്പം ദേശീയത സംസാരിച്ച ഉടനെ നിങ്ങളെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അപ്പം സംഖ്യയൊക്കെ ആയല്ലേ അങ്ങനെ ചോദ്യം. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചാൽ ഇതാവും, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം സംസാരിച്ചാൽ നമ്മൾ സംഖ്യയാവും. അതൊക്കെ പോയി. ഇപ്പം ഈ സംഘിപ്പട്ടവും അല്ലെങ്കിൽ പശുവും ചാണകവും ഒക്കെ ഇവിടെ ചില ആൾക്കാർക്ക് ചാർത്തി കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഈ ചാർത്തി കൊടുക്കുന്നവരാണ് ഇവിടെ BJP വളർത്തിയത്, അല്ലെങ്കിൽ സംഘപരിവാറിനെ വളർത്തിയത്. അല്ലെങ്കിൽ സംഘപരിവാറിന് ഇത്രയും പെട്ടെന്ന് അവരുടെ ആശയം ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ അവർ ഈ ആശയം ഇപ്പം നേരത്തെ വളരെ ബുദ്ധിപരമായിട്ട് അവർ കൈകാര്യം ചെയ്തു. അവർ നേരത്തെ ഈ ബീഫിൻ്റെ വിഷയം ഇവിടെ കൊണ്ടിട്ട് ബീഫ് എടുത്ത് വെച്ചിട്ട് ഇവിടെ ബീഫ് കഴിക്കാത്തവരൊക്കെ കുറവാണ്. ഹിന്ദുക്കളൊക്കെ കഴിക്കും, ക്രിസ്ത്യാനികളും കഴിക്കും, ഇവിടെ എല്ലാവരും കഴിക്കും. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, പോർക്ക് കഴിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പോർക്ക് പരസ്യമായിട്ട് കിട്ടുമോ? ജോണിന് പോർക്ക് കഴിക്കുന്ന ആളാണ്. ജോണിന് പരസ്യമായിട്ട് അവിടെ പോയി ബീഫ് മേടിക്കാം, പശുവിൻ്റെ ഇറച്ചി മേടിക്കാം. നിങ്ങളുടെ കൊല്ലത്തേതെങ്കിലും ഒരിടത്ത് ചെന്ന് കെട്ടിത്തൂക്കിയിട്ടേക്കുന്ന ബീഫ് പോർക്ക് മേടിക്കാൻ കിട്ടുമോ? എന്താ കിട്ടാതെ? മതേതര ജനാധിപത്യ സംവിധാനമുള്ള ഈ കേരളത്തിൽ പല ചന്തകളിലും പശുവിനെയും കാളയെയും അല്ലെങ്കിൽ എരുമയും ഒക്കെ കെട്ടിത്തൂക്കിയിട്ട് വിൽക്കും. എന്താ പോർക്ക് കിട്ടാതെ? ഇവിടെ കേരള സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റോ പോർക്കിനെ കെട്ടിത്തൂക്കിയിട്ട് വിൽക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ കിട്ടാതെ? പോർക്കിനെ കെട്ടിത്തൂക്കി വിൽക്കാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്ക് അറിയാത്ത ഒരു ഫത്വ എല്ലായിടവും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കേരളത്തിലുടനീളം സംശയം വല്ലതും ഉണ്ടോ കാര്യത്തിൽ? കേരളത്തിൽ ഏതെങ്കിലും മാർക്കറ്റിൽ പോത്തിനെ ഫത്വ, അതുപോലെ പല ഫത്വകളും നടപ്പാക്കി മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ആ ഫത്വകളൊന്നും നടക്കത്തില്ല എന്ന് കാണുമ്പോൾ, ആ നടക്കത്തില്ല എന്ന് പറയുന്നവനെ സംഖ്യ എന്ന് വിളിച്ചിട്ട് അവനെ അങ്ങ് സൈഡ് ലൈൻ ചെയ്ത് ഞങ്ങളുടെ ഫത്വകളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ടെങ്കിൽ നടക്കത്തില്ല. ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങൾ ഇവിടുത്തെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നുണ്ട്. പാണക്കാട് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമാവുന്നുണ്ട്. പാണക്കാട് തങ്ങൾ SDPയുടെ ഭാഗമാവുന്നുണ്ട്. പാണക്കാട് തങ്ങളുടെ കയ്യിൽ നിന്ന് SDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഇതിനെ ഇച്ചിരിയും കൂടെ വീര്യം കൂട്ടി ഞങ്ങളുടെ കയ്യിലോട്ട് മുസ്ലിങ്ങളെ എല്ലാം കൂടെ സംഘടിപ്പിക്കാമെന്ന് കണ്ടു വന്നപ്പോഴാണ് പാണക്കാട് തങ്ങളുടെ SDPക്കാരൻ വർഗീയവാദിയായത്, പാണക്കാടിന് PFIക്കാരൻ വർഗീയവാദിയായത്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയായത്. ഇതൊക്കെ വീണ്ടും അവരുടെ കരങ്ങളിലോ അല്ലെങ്കിൽ ചിറകിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഇപ്പോൾ ആരും വർഗീയവാദിയല്ലല്ലോ. അല്ലെങ്കിൽ മദനിയും വർഗീയവാദിയല്ലല്ലോ. മദനിക്കകത്ത് ന്യായമുണ്ടെന്ന്, മദനിയുടെ ഭാഷയ്ക്ക് ന്യായമുണ്ടെന്നല്ലേ പറയുന്നത്. ഈ രീതിയിലുള്ള ഒരു വർഗീയ ധ്രുവീകരണം ഇന്ത്യയിലുടനീളം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യ സമര കാലം തൊട്ട് ശ്രമിച്ചതാണ്. ഇന്ത്യ മഹാരാജ്യം വർഗീയ ധ്രുവീകരണത്തോട് വിഭജിക്കുന്നതിന് വേണ്ടി നിന്ന് ജിന്നെ ഉണ്ടാക്കിയ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ അവശേഷിപ്പ് അല്ലെങ്കിൽ ശേഷിപ്പാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഇന്നലെ ഷാജി പറയുന്നത് കേട്ടല്ലോ, മുഖ്യമന്ത്രിയല്ല ആരായാലും ഞങ്ങളങ്ങ് നേരിടുമെന്ന്. ഷാജിക്ക് ആ ധൈര്യം എവിടുന്ന് കിട്ടി? ഷാജി തങ്ങളെ ഒരു നേരെ വഴിക്കൂടല്ല പോകുന്നത്. തങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി വിമർശിക്കാൻ വേറെ രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടുത്തെ ജനാധിപത്യ സംവിധാനമാണെങ്കിൽ ഇവിടുത്തെ ഓരോ പൗരനും അധികാരമുണ്ട്. ഷാജി രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കും മൈക്ക് വെച്ച് കെട്ടി നാട് നീളെ ഇവിടുത്തെ പിണറായി വിജയനെയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയും അല്ലെങ്കിൽ
RSSന്റെ മോഹൻ ഭഗത്തിനെയും അല്ലെങ്കിൽ എല്ലാവരെയും വിമർശിക്കുമല്ലോ. അപ്പം തങ്ങളെ വിമർശിച്ചാൽ KM ഷാജി എന്തുവാണ് ഭീഷണിപ്പെടുത്തുന്നത്? KM ഷാജിയുടെ ആ ഭീഷണിയുടെ സ്വരം ഒരു ജനാധിപത്യ രാജ്യത്തിന് പറ്റിയല്ലോ. ഒരു ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനമില്ലാത്ത ഒരു രാജ്യത്ത് നിന്ന് ഒരു ഇറാൻ്റെ ഒക്കെ പരമോന്നത എന്താണ് പേരുന്നത് ഖമേനിയൊക്കെ പറയുന്ന ഒരു സ്വരം. അപ്പം തങ്ങളെ പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഏറ്റുപിടിക്കാൻ പ്രതിപക്ഷ നേതാവ്, അതിൻ്റെ കൂടെ KC വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അത്രയും തങ്ങൾക്ക് എന്തുവാ, തങ്ങളെന്തോ തമ്പുരാനാണ് ഇവിടുത്തെ? അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ ചോണേ? അതായത് ഞാൻ പറഞ്ഞു വന്നത് 47 ജിന്നയുടെ കെയറോഫിൽ ഇവിടെ ഇന്ത്യ മഹാരാജ്യം വിഭജിക്കുന്നതിന് കാരണമായിട്ടുള്ള മുസ്ലിം ലീഗ്, അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ജിന്നയുടെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗ് അന്ന് ഇവിടെ സ്വാതന്ത്ര്യം തരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെങ്കിലും പ്രശ്നമില്ല, അഥവാ സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ മതിയെന്ന് പറഞ്ഞ പാർട്ടിയുടെ പേരാണ്, അതിൻ്റെ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ നേതാവിൻ്റെ പേരായിരുന്നു ജിന്നയ്ക്ക് പാകിസ്ഥാൻ കൊടുത്തു. ജിന്നയ്ക്ക് പാകിസ്ഥാൻ കൊടുത്തപ്പോൾ ആ പാകിസ്ഥാൻ്റെ കൂടെ ഞങ്ങളെയും കൂടെ ചേർക്കുമോ എന്ന് പറഞ്ഞ് പോയി ചോദിച്ച കേരള ഘടകത്തിൻ്റെ അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി ഇന്നിരിക്കുന്ന ഈ മുസ്ലിം ലീഗ്. അപ്പം അതുകൊണ്ട് മുസ്ലിം ലീഗ് മതേതര ജനാധിപത്യ സംവിധാനമൊന്നും ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ട, ഞങ്ങൾക്ക് പുറകോട്ടുള്ള രാഷ്ട്രീയം അറിയാം. അതുകൊണ്ട് KM ഷാജി ഏത് പാർട്ടിയാണ് മതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്, ഏത് പാർട്ടിയാണ് മതത്തിൻ്റെ ഭാഗമല്ല നിൽക്കുന്നത്, ആരാണ് ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നത്, ആരാണ് ധ്രുവീകരണം ഉണ്ടാക്കാത്തതെന്നൊക്കെ ആരെങ്കിലും മറുപടി പറയത്തില്ലെങ്കിൽ ആൾക്കാരങ്ങ് വിശ്വസിച്ച് പോകുമെന്നുള്ള തോന്നലൊന്നും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഈ KM ഷാജി നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ അജണ്ടകൾ, നിങ്ങൾ 47 പാകിസ്ഥാൻ ഉണ്ടാക്കി അവിടെ പോയി, അതിൻ്റെ കൂടെ പോകാനൊക്കെ നോക്കി, പോകാനൊക്കാതെ വന്നപ്പോൾ ഇവിടെ നിൽക്കേണ്ടി വന്നു. ഇവിടെ നിന്നിട്ട് ജനാധിപത്യ സംവിധാനം ഉരുത്തിരിച്ച് മുന്നോട്ട് പോകാനൊക്കത്തുള്ളതുകൊണ്ട് ജനാധിപത്യ സംവിധാനമായിട്ട് നിൽക്കുന്നു. ആ ജനാധിപത്യ സംവിധാനമായിട്ട് മുന്നോട്ട് പോയിട്ട് വീണ്ടും ഇന്ത്യയെ വീണ്ടും ഒരു പാകിസ്ഥാനിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമം KM ഷാജിയും അല്ലെങ്കിൽ തങ്ങളും മുസ്ലിം ലീഗും SDPIയും ജമാഅത്തെ ഇസ്ലാമി എല്ലാം കൂടെ ശ്രമിക്കുമ്പോൾ അതങ്ങനെയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന എല്ലാവരെയും സംഖ്യയാണ് അല്ലെങ്കിൽ മതേതരവാദിയാണെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ആരും കേൾക്കുന്ന കാലമൊക്കെ പോയി, കേട്ട് വിശ്വസിക്കുന്ന കാലവും പോയി. കോൺഗ്രസ്സുകാരൻ നിങ്ങൾക്ക് സഹായം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, നെഹ്റുവിൻ്റെ കാലം തൊട്ടേ ഉണ്ട്. ആ ഒളിച്ചു കടത്തൽ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വെളിച്ചത്ത് വന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ വഖഫ് നിയമം. അപ്പം ഇനി ആ ഒളിച്ചു കടത്തലൊന്നും വേണ്ട. പിന്നെ നിങ്ങളിവിടെ നെഗളിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 10-30% ഉണ്ടെന്ന് കണ്ടാണ് നെഗളിക്കുന്നത്. ആ ശതമാനം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഏത് താറും താങ്ങിത്തരാൻ നിൽക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിയന്ത്രിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഉണ്ട്. ദേശീയ പാർട്ടി എന്ന് പറയുന്ന ആ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാവുകളെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സഹോദരി ഉൾപ്പെടെ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും വന്ന് മത്സരിക്കാൻ പ്രാപ്തമായിട്ടുള്ള ചില സീറ്റുകളും അതിന് പ്രാപ്തമായിട്ടുള്ള ചില വർഗീയ ധ്രുവീകരണവും ചില മണ്ഡലങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലായിടവും കയറി അങ്ങ് ഭരിച്ചേക്കാം, എല്ലാവരും കയറി താക്കീത് ചെയ്തേക്കാമെന്ന് വിചാരിക്കരുത്. ഇന്ത്യയെ വിഭജിക്കുന്നതിനും മതത്തിന്റെ പേരുള്ള ഒരു പാർട്ടിയാണല്ലോ ജോണെ ഈ മുസ്ലിം ലീഗ്. വേറെ ഏത് പാർട്ടി ഉണ്ടായിരുന്നു മതത്തിന്റെ പേര് നിൽക്കുന്നത്? BJP എന്ന് പറഞ്ഞാൽ ഭാരതീയ അല്ലെങ്കിൽ ജനതാ പാർട്ടി എന്നാണ് പറയുന്നത്. അതിനകത്ത് എവിടെ ഏതെങ്കിലും ഒരു മതേതര ജനാധിപത്യ പാർട്ടി എന്നല്ലേ പറയുന്നത്? അതിനകത്ത് വേറെ ഏതെങ്കിലും ഇവർ പറയുന്നല്ലാതെ വേറെ അജണ്ടയൊന്നും ഇല്ലല്ലോ. അവർ പറയുന്നത് ദേശീയതയുടെ അജണ്ട. ദേശീയതയുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് താമസിക്കുന്നത് ദേശീയത ഉണ്ടാവണം, അല്ലെങ്കിൽ അവൻ രാജ്യദ്രോഹി എന്ന് എനിക്ക് പറയാൻ പറ്റൂ. ജോൺ ഇവിടെ താമസിക്കുന്നെങ്കിൽ ജോൺ ഈ രാജ്യത്തോട് സ്നേഹമില്ലെങ്കിൽ എന്തോ കാര്യം? ജോൺ ഏത് രാഷ്ട്രീയക്കാരനും ആവാം, മനസ്സിലാവുന്നുണ്ടോ? ഏത് രാഷ്ട്രീയക്കാരനും ആവാം, ഏത് ഇതിലും വിശ്വസിക്കാം, ആരെയും വിമർശിക്കാം. പക്ഷേ ഇന്ത്യയുടെ ഭാഗമാകണം. ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗമാവരുത്. അത് പറയുമ്പോൾ പറയുന്നവനെല്ലാം സംഖ്യയാക്കിയിട്ട് അല്ലെങ്കിൽ പറഞ്ഞാൽ നിന്നെ അങ്ങ് തലവെട്ടിയെടുക്കുമെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ സംസാരിച്ചാൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയല്ല ആര് പറഞ്ഞാലും ഞങ്ങൾ അങ്ങ് എതിർക്കുമെന്നൊക്കെ പറഞ്ഞാൽ, ഷാജി നിൽക്കുന്ന സ്ഥലം വട്ടം നിൽക്കുന്നത് ഷാജിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് അങ്ങനെ എല്ലായിടത്തും നിന്നും എതിർക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ എല്ലായിടത്തും നിന്നും എതിർക്കാവുന്ന ഒരു സംവിധാനത്തിലല്ല ഷാജി ഇന്ന് ഇന്ത്യ മഹാരാജ്യം പോകുന്നത്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും നേരം വെളുക്കുന്നിടം വരെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഒരു 3 മണിക്ക് ശേഷം ഫ്ലൈറ്റ് കയറി പോയിട്ടുണ്ട്. ഷാജിക്ക് ഓർമ്മയില്ലയോ? അപ്പോൾ അവരൊക്കെ എവിടാന്ന് തിരക്കിയാൽ മതി. അപ്പോൾ ആ രീതിയിലൊന്നും വേണ്ട. സംഘി എന്ന് പറഞ്ഞ് KM ഷാജിയോ മുസ്ലിം ലീഗോ തങ്ങളോ ഒന്നും ഇവിടെ ആരെയും പേടിപ്പിക്കേണ്ട. സംഘി എന്ന് പറഞ്ഞാൽ അങ്ങ് മറഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ മാഞ്ഞു പോകുന്നതോ ഒളിച്ചു നിൽക്കുന്നതോ ഒക്കെ കാലം പോയി. സംഘി എന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളുന്ന ഒരു കാലത്തിലേക്കാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം പോകുന്നത്. ആ സംഘികൾ, നിങ്ങൾ പറയുന്ന സംഘികൾക്കകത്ത് വിടുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ രാഷ്ട്രപതിയും 10 ഗവർണർമാരും അല്ലെങ്കിൽ
ഭൂരിപക്ഷം വരുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരും ഒക്കെ അതിനകത്ത് വരുന്നതാണെങ്കിൽ അവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അപ്പം ആ സംഖ്യയല്ലാത്ത ഒരു രാജ്യം ഭരിക്കുന്ന സംസ്ഥാനത്തിൽ ഒന്നായിരിക്കും കേരളം. നാളെക്കാലത്ത് അത് നിങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഭരിക്കാൻ കഴിയുമെങ്കിൽ ആർക്കും തടയാനൊന്നും പറ്റത്തില്ല. പക്ഷേ ആ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഭരിക്കാമെന്ന് കഴിയുമ്പോൾ ആ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരു സ്വേച്ഛാധിപത്യ സ്വഭാവം അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന മറ്റ് സ്വഭാവവും അല്ലെങ്കിൽ താക്കീതും ഒരു ഗുണ്ടായുസവും ഒരു ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശിൽ കാണിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്വഭാവം ഒന്നും ഇവിടെ കാണിച്ചങ്ങ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ട് ഞങ്ങളെ ഈ മതേതരത്വവും അല്ലെങ്കിൽ ഈ സംഘിപ്പട്ടവും ഒന്നും കാണിച്ച് ഇവിടുത്തെ മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരനെയും കേരളത്തിലെ ജനങ്ങളെയും ഒന്നും പഠിപ്പിക്കേണ്ട. ഇത് മതേതര സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ കേരളത്തിലെ മുക്കാലുമുള്ള ആൾക്കാർ. ഇത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ കോൺഗ്രസ്സുകാരനെയും കോൺഗ്രസ്സുകാരൻ മാർക്സിസ്റ്റുകാരനെയും അല്ലെങ്കിൽ BJP-കാരനെയും ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പങ്ങളുണ്ടെങ്കിൽ പരസ്പരം ചൂണ്ടിക്കാണിച്ച് വിമർശിച്ചൊക്കെയാണ് പോകുന്നത്. തങ്ങളെ വിമർശിച്ചാൽ ഞങ്ങളങ്ങ് തലവെട്ടിക്കളയുമെന്ന് പറഞ്ഞാൽ തങ്ങളെ അല്ല തങ്ങളുടെ അപ്പുറത്തവരെയും ജനാധിപത്യ സംവിധാനമാണെങ്കിൽ വിമർശിക്കും. അങ്ങനെ തലവെട്ടിക്കളയാമെന്നുള്ള മോഹവുമായിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിൽക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വ്യാമോഹമാണ്. അത് പറ്റത്തില്ല. ഇത് കേരളമാണ്, ഇന്ത്യയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരല്ല ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. രാജ്യ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് എന്നാണ് നമുക്ക് പറയാം. തീവ്രമായ നിലപാടുകൾ എടുക്കുന്നവരെയൊക്കെ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ പിന്നെ തീവ്രമായ നിലപാടല്ലേ മുസ്ലിം ലീഗിൻ്റെ ഉള്ളത്. തീവ്ര നിലപാടാണല്ലോ മുസ്ലിം ലീഗിനുള്ളത്. ആ തീവ്ര നിലപാടിനെ മറികടന്ന് ഒരു നിലപാടിലേക്ക് പോകുന്നതിന് വേണ്ടി PFI-കാരൻ വന്നപ്പോഴും ജമാഅത്തെ ഇസ്ലാമി വന്നപ്പോഴും വേറെ ചിലരൊക്കെ വന്നപ്പോൾ അവർക്ക് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അവരുടെ കയ്യിൽ ഈ സംഘടിതമായിട്ടുള്ള വോട്ടിനെ നിർത്താൻ സാധിക്കത്തില്ലെന്ന് കണ്ടുകൊണ്ടാണ് അതിനകത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചത്. അപ്പോൾ അവരെ ചൂണ്ടിയെടുക്കുന്നതിന് വേണ്ടി അന്ന് ഈ പിണറായി വിജയൻ്റെ പോലെയുള്ള അല്ലെങ്കിൽ CPM ശ്രമിച്ചു. CPM-ന് അവരെ ചൂണ്ടാൻ സാധിക്കത്തില്ലല്ലോ. CPM-ന് ലൈനിലോട്ട് അവർ ചെല്ലുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്തിന് ഇപ്പം അവരാഗ്രഹിക്കുന്ന ലൈനിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു ദേശീയ പാർട്ടി വേണം. അത് കോൺഗ്രസ്സാണ്. മാത്രമല്ല കോൺഗ്രസ് അവരുടെ കക്ഷത്തിലുമാണ്. അപ്പോൾ അതിനുവേണ്ടി നിൽക്കുന്നത് തോന്നി. കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ട് പിണറായി വിജയൻ മനസ്സിലായി. പിണറായി വിജയൻ ഇത് കിട്ടിയതുമില്ല, ഉത്തരത്തെ ഇരുന്ന് കിട്ടിയതുമില്ല, കക്ഷത്തെ ഇരുന്ന് പോവുകയും ചെയ്തു. ഉള്ള ഇവരെ താങ്ങുന്ന ഭാഗം കൊണ്ട് പിണറായിയുടെ ഭാഗമായിട്ട് നിന്ന വോട്ട് പോകുന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഇപ്പം ഇവരെ വിമർശിച്ചു തുടങ്ങിയപ്പോൾ വിമർശിച്ചാൽ കാണിച്ചു തരാം അല്ലെങ്കിൽ വാടാന്നുള്ള രീതിയിലേക്കുള്ള ശൈലിയുടെ സംസാരം. തങ്ങളെ വിമർശിക്കാൻ പറ്റത്തില്ല. കോൺഗ്രസിനകത്ത് ആരെങ്കിലും വരണമെങ്കിൽ തങ്ങളെ ചെന്ന് കാണണം. അതുകൊണ്ടാണല്ലോ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ചെന്ന് തങ്ങളെ കണ്ടിട്ട് അനുഗ്രഹം മേടിച്ചത്. അപ്പം ആ രീതിയിലേക്ക് അത് താക്കീതൊന്നും എല്ലാവരെയും വേണ്ട. ഇന്നലെ മുഖ്യമന്ത്രിയെ താക്കീത് ചെയ്യാം. ആരായാലും അങ്ങ് എതിർക്കുമെന്നോ കാണിച്ചു തരുമെന്നൊക്കെ ഇപ്പോൾ KM ഷായിയും ഇവിടുത്തെ മുസ്ലിം ലീഗ് ഒന്നും പറയണ്ട. അതിനുള്ള ആംബിയറൊന്നും അവർക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.